കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നും നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ടെന്നും പക്ഷേ മറ്റെന്താണ് വഴിയെന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് സംവിധായകന്റെ പോസ്റ്റുകൾ. ഇത് കയറി വിവാദമാവുകയും പിന്നെ ഇത് കേസിലേക്ക് എത്തുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം വരുന്നുണ്ട് സനൽകുമാർ ശശിധരന്. പുറത്തുവിട്ട ശബ്ദരേഖയിൽ സംസാരിക്കുന്ന സ്ത്രീ മഞ്ജു വാര്യർ അല്ലെന്ന് ഏവരും പറയുന്നു. നടിയെ മനഃപൂർവ്വം വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും വാദമുണ്ട്. മഞ്ജു വാര്യരോട് തനിക്ക് പ്രണയമാണെന്ന് സനൽകുമാർ പറയുന്നുണ്ട്. വർഷങ്ങളായി നടിയെ വിടാതെ ശല്യപ്പെടുത്തുന്നത് എന്തിനാണെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. ഇതിനിടെ സംവിധായകന്റെ സ്വകാര്യ ജീവിതവും ജനശ്രദ്ധയിലേക്ക് വരുന്നു. വിവാഹമോചിതനാണ് സനൽകുമാർ. ബന്ധം പിരിയുന്ന കാര്യം സനൽകുമാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. സിനിമയോടൊപ്പമുള്ള യാത്രയിൽ താൻ വ്യക്തിജീവിതത്തെ പലപ്പോഴും മറക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് സനൽകുമാർ പറഞ്ഞത്. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും. പിന്നീടുള്ള 20 വർഷങ്ങൾ പുസ്തകങ്ങൾ എഴുതാവുന്നത്ര കയ്പും മധുരവും നിറഞ്ഞതായിരുന്നു. വിവാഹശേഷമുണ്ടായ നിരവധി പ്രണയബന്ധങ്ങളും ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള സിനിമാ നിർമ്മാണവും സിനിമാ വണ്ടി വഴിയുള്ള വിതരണവും പ്രചരണവും അവഗണനകൾക്കെതിരെയുള്ള പൊരുതലുമൊക്കെയായിരുന്നു എന്റെ സിനിമാ ജീവിതം. ഇതിനിടെ 2 കുട്ടികളുള്ള കുടുംബം എനിക്ക് എങ്ങനെ ഉണ്ടായെന്നും ഇതുവരെ എങ്ങനെ നിലനിന്നെന്നും വിശദീകരിക്കലാണ് പ്രയാസമെന്നും വിവാഹമോചന സമയത്ത് പങ്കുവച്ച കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ പറഞ്ഞിരുന്നു. ഒഴിവു ദിവസത്തെ കളി, സെക്സി ദുർഗ, ചോല, വഴക്ക്, കയറ്റം തുടങ്ങിയവയാണ് സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത സിനിമകൾ. അടുത്തിടെ വഴക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് ടോവിനോ തോമസിനെതിരെ സനൽകുമാർ രംഗത്ത് വന്നിരുന്നു. വഴക്ക് റിലീസ് ചെയ്യാൻ ടോവിനോ ശ്രമിക്കുന്നില്ലെന്നും ഈ സിനിമ തിയേറ്ററുകളിലെത്തിയാൽ തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് ടോവിനോ പറഞ്ഞെന്നുമായിരുന്നു ആരോപണം. പിന്നാലെ നടൻ ഈ ആരോപണം നിഷേധിച്ചു. യൂട്യൂബിലൂടെ വഴക്ക് സനൽകുമാർ ശശിധരൻ പുറത്തിറക്കുകയും ചെയ്തു. കയറ്റവും ഓൺലൈൻ വഴി സൗജന്യമായി പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം മഞ്ജു വാര്യരുടേതായി പേരിൽ പുറത്തുവിട്ട ശബ്ദരേഖ വ്യാജമാണെന്ന വാദം ശക്തമായിരിക്കുകയാണ്. തമിഴ് കലർന്ന മലയാളത്തിലാണ് ശബ്ദരേഖയിലെ സ്ത്രീ സംസാരിക്കുന്നത്. മഞ്ജു വാര്യരുടെ ശബ്ദത്തിൽ നിന്നും വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ മഞ്ജുവിന്റേതാണ് ഈ ശബ്ദരേഖ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സനൽകുമാർ ശശിധരൻ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നിലവിൽ അമേരിക്കയിലുള്ള ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സനലിനെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. അതേസമയം തനിക്കെതിരെയുള്ള പരാതി കള്ളമാണെന്ന് സനൽകുമാർ ശശിധരൻ ആരോപിക്കുന്നു. താൻ പുറത്തുവിട്ട ശബ്ദരേഖ നടിയുടേതാണ് എന്നതിന് തെളിവുണ്ടെന്നും ന്യൂസ് 8 കേരളത്തോട് സനൽകുമാർ പ്രതികരിച്ചു. സനൽകുമാർ ശശിധരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ 2 വർഷമായി നടിയും താനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവർ തന്നോട് പറഞ്ഞത് അവരുടെ ജീവന് ഭീഷണിയുണ്ട്. താനുമായി ബന്ധപ്പെട്ടു എന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും മകളുടെയും ജീവന് ഭീഷണിയുണ്ട് എന്നാണ് തന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും പുറംലോകത്തോട് പറയുകയും ചെയ്തത്. അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല. അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. 2 വർഷം മുൻപ് ഒരു ഫേക്ക് ഐഡിയിൽ അവർ തന്നെ ബന്ധപ്പെട്ടു. 2 വർഷം മുൻപ് അവർ പറഞ്ഞു, സനൽ നിങ്ങൾ പൊയ്ക്കോളൂ, എന്റെ ജീവിതം തീർന്നു, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതറിയുമ്പോൾ താനത് പൊതുസമൂഹത്തിനോട് പറയാതിരിക്കാനാകുമോ? ആ ശബ്ദരേഖ ആദ്യം അവരുടെ സഹോദരനും സുഹൃത്തുക്കൾക്കും വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അരമണിക്കൂറിനകം തന്റെ വാട്സപ്പ് ബ്ലോക്കായി. അത് കഴിഞ്ഞാണ് ശബ്ദരേഖ പബ്ലിഷ് ചെയ്തത്. നടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് വേറെ ആരോ ആണ്. അവർക്ക് അതിൽ നിയന്ത്രണമില്ലെന്നാണ് അവർ തന്നോട് പറഞ്ഞത്. അവരെ ആരാണ് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് തനിക്കറിയില്ല. അക്കാര്യം ഫോണിൽ പറയാൻ പറ്റില്ല, നേരിട്ട് പറയാനേ പറ്റൂ എന്നാണ് തന്നോട് നടി പറഞ്ഞിട്ടുള്ളത്. 2 വർഷമായി രാത്രിയും പകലും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നടി തന്നെയാണ് എന്നതിന് തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും സനൽകുമാർ ശശിധരൻ പറയുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.